ഈ കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. 20 കോടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ 20 കോടിയുടെ കാര്യം വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് ആരോടും പറയരുത്. ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാലേ ഭയങ്കര ന്യൂസാവും. പിന്നെ കാശെന്ന് പറഞ്ഞ് ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. നമ്മളല്ലാതെ മൂന്നാമതൊരു തെണ്ടി ഇത് അറിയരുത്, അതാ പറഞ്ഞത്. അപ്പൊ എന്താ നമ്മൾ തെണ്ടിന്നാണോ ചേച്ചി പറയണേ? അതല്ലടേ, ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാടേ. എന്നാ ഓക്കെ. ഈ 20 കോടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് കുറേ സ്വർണം വാങ്ങണം. ഓ എടി, സ്വർണത്തിന്റെ കാര്യം വീട് ഇങ്ങനെ ദൂർത്തടിക്കല്ലേ. നമുക്കൊരു 500 പാവം വെച്ച് മതി. 500 ആ 500 സ്വർണത്തിന് ഇപ്പൊ ഭയങ്കര വിലയല്ലേ. അതുപോലെ തന്നെ ഈ കുന്ത എപ്പോഴാ താഴുകയെന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാ. എന്നല്ലേ നമുക്കൊരു 1 കോടി രൂപ വെച്ചൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങാം. അയ്യ, എന്തിനാ വെറുതെ പിശുക്കണ? 20 കോടി കയ്യിലിരിക്കല്ലേ, ഒരു 5-6 കോടി അങ്ങ് ഇറക്കിയിട്ടൊരു ബിസിനസ് അങ്ങ് ചെയ്യണം. 5-6 കോടിയാ? പക്ഷെ ലാഭമുള്ള ബിസിനസ് വേണം. ഒന്നല്ലെങ്കിൽ ഞാൻ ബിവറേജിൽ ജോലിയുള്ള ഒരു പെണ്ണല്ലേ, ലാഭമുള്ള കാര്യം ഞാൻ പറയുള്ളൂ. ഇതങ്ങ് തുടങ്ങിയാലുണ്ടല്ല, ലോകത്തിന്റെ അറ്റത്തുനിന്ന് വരെ ആൾക്കാർ വന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരും. ഓ എനിക്ക് മനസ്സിലായി. ബിവറേജസ് തുടങ്ങാനല്ലേ? അത് കൊള്ളാം. ബിവറേജ്? അതാകുമ്പോഴത്തേക്ക് നമുക്ക് അധികം ചെലവുമില്ല, പിന്നെ സാധനം ആകുമ്പോൾ ചീഞ്ഞു പോകത്തുമില്ലല്ലോ. പിന്നെ ആൾക്കാർ മിണ്ടാണ്ട് നിന്ന് ക്യൂ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകും. നമ്മളടുത്തൊരു ബഹുമാനവും കാണും. അത് കൊള്ളാം. ഓ എന്റെ മണ്ടശിരോമിണി, ബിവറേജ് സർക്കാരിനെ തുടങ്ങാൻ പറ്റുള്ളോ? ആണോ? പിന്നെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ബാറ് തുടങ്ങാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ബാറാ? അയ്യോ അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയില്ലേ കള്ളി ഷാപ്പിലെ പെണ്ണ് പോണ്, കള്ളി ഷാപ്പിലെ പെണ്ണ് പോണ്. എനിക്ക് അതൊന്നും വേണ്ട. കള്ളു ഷാപ്പല്ല, ബാറ്. എടി, ബാറ് മുതലാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സല്ലേ. ഉദാഹരണത്തിന് ഞാൻ തന്നെ ബിവറേജിലല്ലേ വർക്ക് ചെയ്യുന്നത്, എനിക്ക് അന്തസ്സിന് വല്ല കുറവുണ്ടാവും. അവിടെ വന്ന് കള്ളു കുടിച്ച് റോട്ടിൽ വാള് വെച്ച് കിടക്കുമ്പോഴാണ് അന്തസ്സില്ലാത്തത്. അവർക്ക് പെണ്ണുപോലും കിട്ടൂല. പക്ഷെ അതുപോലെയാണോ ബാറ് മുതലാളിക്ക്? അവരെ മക്കളെ കെട്ടാൻ ക്യൂ നിൽക്കും ആൾക്കാർ. എന്നാ ഒരു ബാറ് തുടങ്ങാം. കോടികൾ കയ്യിലിരിക്കല്ലേ, 2-3 അങ്ങ് തുടങ്ങാം. എന്നാ ഓക്കെ. നമുക്കേ എന്നാലും ഫാമും കൂടെ തുടങ്ങിയാലോ? പോത്ത് ഫാം. 5000 രൂപ കൊടുക്കുമ്പോൾ പോത്തിന്റെ കുട്ടിയെ കിട്ടും. അതിന് വളർത്തി വിറ്റ ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. 5000 രൂപയ്ക്ക് പോത്തും കുട്ടിയെ? ചെറുതിനെ മേടിച്ചാൽ മതി. മറ്റേ ഉണങ്ങി ഇങ്ങനെ മെലിഞ്ഞിരിക്കണം. അതിനെ വാങ്ങിച്ചിട്ട് നമുക്ക് പാടത്താ പറമ്പിലൊക്കെ കൊണ്ടുപോയി കെട്ടി വളർത്തി വലുതാക്കിയിട്ട് വിറ്റ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും കിട്ടും. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന്. എന്ത് എടി, എന്നിട്ട് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോ ആൾക്കാർ എന്താ പറഞ്ഞ് കളിയാക്കില്ലേ? ദേ പോണ് പോത്ത് കാത്തു, ദേ പോണ് പോത്ത് ദീപ. വേറെ പണിയൊന്നുമില്ല എൻ്റെ കാത്തു. പിന്നെന്തോ ചെയ്യും? നമുക്കേ ഒരു സിനിമ അങ്ങ് പിടിച്ചാലോ? സിനിമയാ? നടക്കണ കാര്യമെല്ലാം പറ. നമ്മൾ ഇത്രയും കാശിരിക്കല്ലേ ചേച്ചി, ഒന്ന് ആലോചിക്കണം. നമ്മൾ ഈ മലയാളത്തിലുള്ള വലിയ സ്റ്റാറിനെ വെച്ചിട്ട് ഒരു സിനിമ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ സെറ്റിൽ ഞാനും ചേച്ചിയുടെ കാറിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവരൊക്കെ നമ്മളെ കണ്ടിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയണം. ആലോചിച്ചോടി. നടക്കാത്തെന്താ? അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മൂക്കെ കൊണ്ട് ഗുഡ് മോർണിംഗ് മാം എന്ന് പറയിക്കും. ഞാൻ ലാലേട്ടനെ കൊണ്ടും പറയിപ്പിക്കും. നിനക്ക് ലാലേട്ടനെ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ? ഇഷ്ടം പോലെ പൈസ ഇരിക്കല്ലേ, 2 പേരെയും വെച്ചിട്ട് ഒരു ഹരികൃഷ്ണൻ സ്റ്റൂ അങ്ങ് സംവിധാനം ചെയ്താലോ? ഓക്കെ. എന്നിട്ട് നായിക നമ്മൾ വേണോ? പിന്നെ വേണ്ടേ? എടി, നമ്മളാണോ പൈസ ഇറക്കണേ? അപ്പൊ നമ്മൾ പറയണ പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ഇനി പൊളിഞ്ഞാല? പൊളിയോ? അതാണ്. നമുക്കേ നല്ല കഥ നോക്കി സെലക്ട് ചെയ്യാം. അത് മതി. എന്താണ് കഥയൊക്കെ? ഒരു കഥയില്ലാത്ത നിങ്ങൾ കഥേനെ കുറിച്ചൊക്കെ പിന്നെ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിരുന്നില്ലേ? അല്ല, എന്ത് രാവിലത്തെ കുറെ നേരമായാലും നിങ്ങൾ തമ്മിൽ ചർച്ച എന്ത് സംഭവം എന്നിട്ടാണ്? അതൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വേറെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വേറെ വർത്താനോ? അല്ല, എന്താ പോത്ത് അങ്ങനെ എന്തൊക്കെ പറയണേട്ടല്ല? അത് പിന്നെ ഇതില്ലേ, ബിരിയാണി ഇല്ലേ, പോത്ത് ബിരിയാണി. അത് വയ്ക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കായിരുന്നു. പോത്ത് ബിരിയാണി വെക്കാനാണ് 1.5 മണിക്കൂർ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്.
അത് പിന്നെ ഡിസ്കസ് വേണ്ടേ? ഒരു ബിരിയാണി വെക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടാ. ഞാൻ അകത്തുനിന്ന് കുറെ നേരമായി ശ്രദ്ധിക്കണ്. എന്തൊക്കെയോ പ്ലാന്, എന്തൊക്കെ എഴുതല്, എന്തൊക്കെയോ കണക്ക്, 500 ബാറ്, എന്ത് പരിപാടി അല്ല, നമുക്കും ഒരു കുറച്ച് ബീഫ് കുറച്ച് കൂടുതൽ വേണമെങ്കിലേ നമുക്ക് ഷെയർ ഇട്ട് അങ്ങ് പൈസ കൊടുത്ത് അങ്ങനെ. അപ്പൊ ഈ 500 വെച്ചിട്ട് എടുത്താല് പറ്റുമോന്ന് അറിയാം. അല്ല, വേറെ ഡിസ്കഷൻ ഒന്നുമില്ല. അല്ല, പൈസയുടെ കാര്യം എന്തൊക്കെ പറയണ അതൊന്നുമല്ല. അതൊന്നല്ല. എങ്കിൽ നാസ പറഞ്ഞ് കറക്റ്റ് തന്നെ. അതേപോലെ നാസ എവിടാ? അത് അങ്ങനത്തെ ഒരു പെണ്ണിന്റെ പേര് നമ്മള് കേട്ടിട്ടില്ലല്ലോ. നാസ എന്ന് പറഞ്ഞ പെണ്ണിന്റെ പേരല്ല, അമേരിക്കയിലുള്ള ശാസ്ത്ര ഗവേഷണ സ്ഥാപനല്ലേ നാസ. ചന്ദ്രനിലേക്കൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ കറക്റ്റ് അതന്നെ. അവര് കഴിഞ്ഞ ദിവസം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. അതായത് ചില സ്ത്രീകള് ഒരു ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ മുഖത്ത് നോക്കി നോണ പറയും. അത്ര സ്ത്രീകൾക്ക് ഏജിങ് പറഞ്ഞൊരു അസുഖം വരും. അതായത് ഈ തൊലിയൊക്കെ ചുക്കി ചൊളിഞ്ഞ് മുടിയൊക്കെ നരച്ച് ഈ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരു ഞങ്ങള് ബിരിയാണിന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ല എനിക്കും എന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു മുടിയൊക്കെ ചുക്കി ചുളിയാ. ഞങ്ങൾ അതിന്റെ കാര്യം നല്ല ഞാൻ പറയാം. അതെ, ഒരു 20 കോടി ഞങ്ങളുടെ കയ്യിലുണ്ട്. 20 കോടി? കോടിയാ? ഒരു 20 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് ചേട്ടാ. രണ്ടെണ്ണത്തിന് ഒരുമിച്ച് വട്ടായതല്ല, ക്യാഷ് കയ്യിലുണ്ട്. 20 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് 20 കോടി രൂപ കളഞ്ഞു കിട്ടിയാ? പിന്നെ അല്ലാണ്ട് വല്ല ലോട്ടറി അടിച്ചാ? എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് 20 കോടി രൂപ ലോട്ടറി അടിച്ചു. ഞങ്ങളുടെ വർത്താനം കേട്ടത് അങ്ങനെ. ക്രിസ്മസ് ബമ്പർ അല്ല, മറ്റേ ക്രിസ്മസ് ന്യൂ ഇയർ ഒരുമിച്ചുള്ള ബമ്പർ. ഒറ്റ മിനിറ്റ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഇന്ന് ഉച്ചരിച്ച് 3 മണിക്കല്ലേ നറുക്ക് എടുക്കണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് 20 ഉച്ചക്ക് എടുക്കില്ലേ? 20 കോടി നമുക്ക് തന്നെ. തേങ്ങാകൊലയാണ് 20 കോടി നിങ്ങൾക്ക്. ഇതൊക്കെ നറുക്ക് എടുത്താലേ പറയാൻ പറ്റുള്ളോ? നിങ്ങൾ കൊല്ലനക്കെടുത്ത് ബാക്കിയല്ലേ? നമുക്ക് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 കോടി കിട്ടണ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ പറയാ. തൃശ്ശൂര് ഉവ്വ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഉവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്നർത്ഥം. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ചില കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കില്ല. വേറെ കാര്യം പറയട്ടെ, ഈ ലോട്ടറി ഇപ്പൊ 20 കോടി അടിച്ചു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യാൻ നിങ്ങളുടെ പ്ലാൻ എന്താണ്? അതൊക്കെ ഞങ്ങൾ കറക്റ്റ് എഴുതി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. ലോട്ടറി ഉണ്ടോ? ഇതാണ് ബമ്പർ. വിളിക്കല്ലേ? അപ്പൊ 20 കോടി അല്ലേ? ഒരു വീട്ടിലെ വരുമാനം എങ്ങനെ ചെലവഴിക്കാന്ന് സ്ത്രീകൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല സാറേ. പിന്നെ നമുക്ക് 20 കോടി കിട്ടുമ്പോ ഒരു 5000 രൂപയെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാം. വേണ്ടാന്ന് പറയല്ലേ? പാവല്ല, അവര് രക്ഷപ്പെട്ടോട്ടെ. 20 കോടി എന്ന് പറയുമ്പോ 20 കോടി കിട്ടിയ 5000 രൂപ വെച്ച് വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക്. അല്ല, ഈ 5000 വെച്ച് കൊടുത്തിട്ട് നമ്മള് ബന്ധുക്കളൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുമല്ലോ. ബാക്കി കാശ് എന്ത് ചെയ്യാനാണ് പ്ലാൻ? എന്താണ്? അത് ഞങ്ങള് കൊറേ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഈ 20 കോടിയുടെ ബമ്പർ അടിച്ചു തന്നെ വിചാരിക്കും. അടിച്ചോ എന്ന് തന്നെ വിചാരിക്കും. 20 കോടി ഒന്നും കൈ കിട്ടില്ല. അതിൽ നിന്നൊരു 10-11 കോടിക്ക് കൈ കിട്ടും. ബാക്കി എന്നിട്ട് ടാക്സ്, സെസ് അങ്ങനെ പറഞ്ഞിട്ട് ബാക്കി പൈസ ഒക്കെ പോകും. കൂടി വന്ന ഒരു 12 കോടി കിട്ടും. അത്ര കിട്ടുള്ളൂ. അപ്പൊ ബാക്കി 8 കോടിയോ? അത് ടാക്സും ഇതൊക്കെ ആയിട്ട് അടക്കണ്ടേ, സെസ് ഒക്കെ ആയിട്ട് അടക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നഷ്ടമല്ലേ? നഷ്ടം. നിങ്ങൾ ഈ കണക്കൊക്കെ എടുക്കും. ഞാൻ തൽക്കാലം ഓഫീസിലേക്ക് പോട്ടെട്ടാ, പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ എല്ലാ കണക്കുകളൊക്കെ റെഡിയാക്കി വെക്കണേ കേട്ടോ. അപ്പൊ ഇനി എന്തോ ചെയ്യും? കാത്തു, നമുക്ക് ലാലേട്ടനെയും മമ്മൂക്കേനെയും പറഞ്ഞുകൂടാ. അല്ല, സിനിമ പിടിക്കണ്ടാന്ന്. അയ്യോ, പക്ഷെ എന്നാലും ഈ 12 കോടി രൂപയ്ക്ക് താഴെ നിൽക്കുന്ന നമുക്ക് ബിസിനസ് പോകുന്നത് പൊളിച്ചെഴുതണ്ടേ? ഇതൊക്കെ പൊളിയൂലേ? സിനിമ പൊളിയോന്ന് വെച്ചിട്ട് ഇപ്പൊ ബിസിനസ് മൊത്തം പൊളിഞ്ഞല്ല. നമുക്ക് ഒന്നേന്ന് പ്ലാൻ ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ഈ 11 ലക്ഷം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. 11 കോടി? 11 കോടി. എന്നിട്ട് എഴുതുക, അതൊക്കെ വെട്ടിനിപ്പോ. അപ്പൊ 500 പവൻ നിക്കൂലല്ലോ. നോക്കാം, നമുക്ക് ഒപ്പിക്കാം. ഇപ്പൊ പവൻ എന്തുവരെ ഉണ്ടാവും? എന്താടാ അമ്പാടി, നീ എന്തിനാ വണ്ടിയുടെ മുന്നേ ചാടണത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അച്ഛൻ ഇത്ര നേരം എവിടെ പോയിരുന്നു? അച്ഛൻ സാധാരണ എവിടെ പോരാ? അച്ഛൻ ഓഫീസിൽ പോയി. അച്ഛൻ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്ന്. നീ എന്തിനാ വണ്ടിയുടെ മുന്നേ ആടിയത്? കൊറേ കാര്യങ്ങൾ നടന്നിരുന്നു. കൊറേ കാര്യങ്ങളാ? എന്ത് കാര്യങ്ങള്?
അമ്മയും ദീപാനിയും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ കെട്ടിപ്പിടിച്ചാ എന്തിന്? അച്ഛൻ ഇങ്ങോട്ട് വന്നാണ്. എന്നാലും എൻ്റെ അടുത്ത് ഇങ്ങനെ ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ആരും എന്നെ ഇങ്ങനെ ചതിച്ചിട്ടില്ല, അറിയോ? എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. നമ്മളോടത് വേണ്ടായിരുന്നടി. ഞാൻ കത്തിക്കും, നോക്കിക്കോ. അതിനു മുമ്പ് എനിക്ക് പിന്നെ പീസ് ആകണം. എന്നാലും എൻ്റെ ദീപേച്ചി, നമ്മൾ എന്തൊക്കെ പ്ലാനായിരുന്നു. അയ്യോ, എനിക്ക് ഓർക്കാൻ വയ്യ എൻ്റെ കാത്തു, സഹിക്കാൻ വയ്യ. അയ്യോ അങ്ങനെ കരയല്ലേ, എന്റെ ചങ്ക് തകർന്നടി. എല്ലാം പോയില്ലേ, ഇപ്പൊ എന്തിനു കൊള്ളാൻ കാത്തത്? ഇതൊരു കളഞ്ഞ റിമോട്ടിന്റെ കവറായിട്ട് ഇടാൻ പറ്റുമായിരിക്കും ചേച്ചി. പോയിടി അവിടുന്ന് റിമോട്ടിന്റെ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കൊറേ നേരമായിട്ട് കരയണം. എല്ലാം പോയി സാറേ, എന്റെ പ്രതീക്ഷ പോയി. ഇവരെ ഗൾഫിലെ ഭർത്താവിന് വല്ലതും പറ്റിയ? ദീപേച്ചിയുടെ ഭർത്താവിന് അല്ല, നിങ്ങൾ ഇരുന്ന് കരയണ്ടല്ലോ, അപ്പൊ ഗൾഫിലുള്ള ഭർത്താവിന് വല്ലതും പറ്റിയാ? അങ്ങേർക്ക് എന്ത് പറ്റാനാ? പറ്റിയതൊക്കെ എനിക്കല്ലേ. എന്ത് പറ്റിയെന്നാണ്? ഇതെന്താന്ന് വെച്ചാ ആംബുലൻസാ. എടി എന്ത് സംഭവം ഉണ്ടായത്? എല്ലാം പോയി നന്ദേട്ടാ. എല്ലാം പോയെന്ന് പറഞ്ഞാ? എല്ലാ പ്രതീക്ഷയും പോയി സാറേ. എന്ത് പ്രതീക്ഷ പോയിന്ന്? എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് മെമ്പർ ഇല്ലേ, അത് അടിച്ചില്ല നന്ദേട്ടാ. നിങ്ങളെ പോലെ കൊറേ മമ്മ ബുദ്ധികള് ഈ 20 ലക്ഷം അല്ല 20 കോടി അടിക്കുമെന്ന് വിചാരിച്ച് ഇപ്പൊ അടിക്കാതെ വന്നപ്പോ ഇതുപോലെ ഇരുന്ന് കരയുന്നുണ്ടാവും. ലോട്ടറി എടുത്തിട്ടല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നിങ്ങൾ മാത്രല്ല 40 ലക്ഷം ആൾക്കാർ കേരളത്തിൽ ഇതുപോലത്തെ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഈ സർക്കാർ ഈ ബമ്പർ ലോട്ടറി വെക്കണ എന്തിനാണ്? സർക്കാരിന് ലാഭം കിട്ടാൻ വേണ്ടിട്ടാണ്. പിന്നെ അതൊന്നും അല്ല, പാവപ്പെട്ട ആൾക്കാരെ പണക്കാരാക്കാനുള്ള സർക്കാരിന്റെ ഒരു ഇതാണ് അത്. അത് ഭാഗ്യമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പൊ അത് പോട്ടെ, 400 രൂപ ലോട്ടറി എടുത്ത് രണ്ടാളും കൂടി ഷെയർ ഇട്ടെടുത്ത് 200 രൂപ. ആ ഒരാളുടെ 200 രൂപ പോയി, അതിനുള്ള കാര്യത്തിലും കഴിഞ്ഞു. എനിക്ക് 400 രൂപ പോയാൽ നല്ല സങ്കടം. എനിക്ക് 25,000 രൂപ പോയാലോ സങ്കടം. എത്ര? 25,000? 25,000 ലോട്ടറി എടുത്തെങ്കില്? ലോട്ടറി എടുത്തതല്ല സാറേ. പിന്നെ ഇപ്പൊ നീ പറഞ്ഞ 25,000 പോയെന്ന് പറഞ്ഞാ? അത് ലോട്ടറി അല്ല നന്ദേട്ടാ. പിന്നെന്താ 25,000 രൂപ? മറ്റേ യന്ത്രം ഇല്ലേ, യന്ത്രം. എന്തോന്ന് യന്ത്രം? നമ്മളെ മറ്റേ ടിവിയില് മറ്റേ ഇതൊക്കെ മാറ്റുമ്പോ പരസ്യം കാണിക്കുന്ന ഒരു മന്ത്രം ഇല്ല, എന്താ ധനാകർഷണ യന്ത്രം ഇല്ലേ? 25,000 കൊടുത്തിട്ട് നിങ്ങള്? അവരങ്ങനെ പറഞ്ഞു നന്ദേട്ടാ. എന്ത് പറഞ്ഞു? അല്ല, ടിവിയിൽ ഇങ്ങനെ പരസ്യം കാണിച്ചേ. ടിവിയിൽ പല പരസ്യം കാണിക്കാറുണ്ട്. അല്ല, അപ്പൊ ഞങ്ങളത് വിളിച്ച് ചോദിച്ച് ലോട്ടറി അടിക്കാൻ എന്താ ചെയ്യാ. അതിങ്ങനെ കുറെ ചേച്ചിമാർ വന്ന് ടിവിയിൽ പറഞ്ഞ് അവരിങ്ങനെ പാവപ്പെട്ടവരായിരുന്നു പണക്കാരായെന്ന്. അങ്ങനെ ഞങ്ങൾ ആ നമ്പർ എടുത്ത് വിളിച്ചപ്പോ അവര് പറഞ്ഞു ഈ യന്ത്രം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടേ ലോട്ടറി വാങ്ങിച്ച് അതിന്റെ അടിയിൽ വെച്ച് പൂജിച്ച ഉറപ്പായിട്ടും അടിക്കുന്നു. അവര് ഉറപ്പ് പറഞ്ഞു. ചോദിച്ചോക്കും. അല്ല, ഞാൻ 25,000 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ? എനിക്ക് 25,000 അവിടെ കിട്ടി. ആദ്യം അത് പറ. 25,000 നിനക്ക് അവിടെ കിട്ടി. എനിക്ക് 25,000 ഒരുമിച്ച് എടുക്കലും നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാൻ ചേച്ചിട്ട് ഷെയർ ആണ് ഇട്ടത്. 12,500 വെച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ ആകർഷിച്ചു വരുത്തിയല്ലോ, ലോട്ടറി അടിച്ചല്ലോ അല്ലേ? നമ്മളെ കുറ്റമല്ല. രൂപ 25,000 കളഞ്ഞു രണ്ടും കൂടി. ഇങ്ങനെ രണ്ടും മമ്മ ബുദ്ധികൾ വെച്ചാൽ നിങ്ങൾക്കൊരു അല്പം വരില്ലേ? പോട്ടെ, ഇവിടെ കാര്യം വിട്. ഒന്നുമല്ലെങ്കിൽ ദീപ, നിനക്ക് ഒരു ഗവൺമെന്റ് ജോലി ഉള്ളല്ലേ, ഒരു അത്യാവശ്യം ബുദ്ധിയും ബോധം വിവരം നിനക്കുണ്ടാ? അവര് പറയുന്ന പോലെയൊക്കെ പൂജ ചെയ്തതാണത്. പിന്നെ എന്താ? അതൊക്കെ സിനിമ, അതൊക്കെ ടിവിയിൽ വന്നിരുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെ വിളിച്ച് അഭിനയിപ്പിക്കുന്നതല്ലേ, അല്ലാണ്ട് ധനാകർഷണം. അയ്യോ, 25,000 പോയില്ല. ഈ ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് 25,000. അവരെ വിളി. ഇനി ആ വിളിക്കുന്നതിന്റെ കാശ് കൂടി എന്തോ ചെയ്യുമെന്ന് പറയും. എന്താ ചെയ്യും? ആ പൈസ പോയി. അതന്നെ രൂപ 25,000 രൂപയെ കൊണ്ട് കളഞ്ഞത്. അത്ര ഉറപ്പ് പറഞ്ഞിട്ടാ ഞങ്ങളത്. അല്ല, ഒരു കണക്കിന് അടിക്കാത്ത നന്നായി. എന്ത് നന്നായിന്ന്? ദീപേശ് ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ നന്ദേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ആ പൈസ കിട്ടി നമ്മൾ സർക്കാരിന് 8 കോടി രൂപ കൊടുക്കേണ്ടി വരുമെന്ന്. നമുക്കതൊന്ന് വട്ടാ ചുമ്മാ 8 കോടി രൂപ സർക്കാരിന് കൊടുക്കാൻ. ആലോചിച്ച് നോക്ക്. നീ പറയണേലും കാര്യമുണ്ട്. അയ്യോ, മാത്രല്ല ഇത്രയും കോടി പൈസ കിട്ടുമ്പോഴേ നമ്മളങ്ങ് ദൂർത്തരായി പോകും. പിന്നല്ലേ, ചുമ്മാ നമ്മൾ എന്തൊക്കെ വിചാരിച്ചു. 500 പവന്റെ സ്വർണം, ബിസിനസ്. ഈ 500 പവന്റെ സ്വർണം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? അയ്യോ, പറഞ്ഞു നമ്മള് വെറുതെ പണ്ടത്തെ കാരണവന്മാര് പറയണേ, പണിയെടുക്കാത്ത മുതലൊന്നും കയ്യിൽ നിൽക്കൂല. നമുക്കൊരു സമാധാനം കിട്ടൂല. അല്ലെങ്കിൽ തനിക്ക് ഇത്ര പാവങ്ങൾ മോഹിച്ചിട്ടുണ്ടാവും ഈ പൈസ. നമുക്ക് കിട്ടിയാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നല്ലേ, വെറുതെ എന്തിനാണ് ഈ പയ്യാവേലി നമ്മൾ നല്ല വെക്കണത്? വേണ്ട, അത് പോട്ട്.
സത്യം ഒരു കണക്കിന് ഈ നശിച്ച പൈസ നമുക്ക് കിട്ടാതെ നന്നായിന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പഴേ എനിക്കൊരു സമാധാനമായത് മനസ്സിലല്ലേ. ഓർക്കുക വേണ്ട. എനിക്കിപ്പോ മനസ്സിൽ എന്തോ ഒരു ഇത്ര നേരം ഒരു വീർപ്പുമുട്ടൽ പോലെയായിരുന്നു, അങ്ങ് പോയ പോലെ. അല്ല അലിഞ്ഞങ്ങ് പോയി. ഇപ്പൊ ഒരു ഇച്ചിരി മനസ്സിനൊരു ആശ്വാസം ഉണ്ട് അല്ലേ? കുറച്ച് ഇല്ലേ? സ്വയം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലേ ഈ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്ത 40 ലക്ഷം മലയാളികളും വീട്ടിലിരുന്ന് ഇപ്പൊ ഈ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സാറേ ലോട്ടറി എന്നുള്ള വാക്കേ മറന്നത്. ഇല്ല പറയുന്നേ ഇല്ല. അയ്യോ എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പോ സർക്കാർ അടുത്ത ലോട്ടറി ഇറക്കേണ്ടതാണ് കേട്ടത്. വിഷു ബമ്പറേ ഇനിയിപ്പോ അതെന്താവോ എന്തോ. 30 കോടി രൂപയാണ് ഫസ്റ്റ് പ്രൈസിന്.